ദിവസങ്ങൾ കഴിഞ്ഞാൽ ഡൽഹി ഭരിക്കുന്നത് ആര് എന്നുള്ളത് അറിയാൻ കഴിയും. ഫെബ്രുവരി 5-ാം തീയതിയാണ് ഇലക്ഷൻ. 8-ാം തീയതി ഫലം പുറത്തു വരും. ഡൽഹി ഈ കുറി ആര് ഭരിക്കും? അത്ര വലിയൊരു സസ്പെൻസിന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും തീർച്ചയായിട്ടും ആം ആദ്മി തന്നെയായിരിക്കും. കഴിഞ്ഞ 2 വർഷത്തെ ഭരണം വെച്ച് ജനങ്ങള് ആം ആദ്മിയുടെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പക്ഷേ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ആം ആദ്മിക്ക് കയറാൻ ചാൻസ് ഉണ്ടായത് ഒന്ന് അഴിമതി വിരുദ്ധ പ്രഖ്യാപനമായിരുന്നു. ആം ആദ്മിയുടെ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നും പറഞ്ഞിട്ടൊക്കെ വന്ന അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പിന്നെ കുറെ ഫ്രീബീസ് ലൈക്ക് വൈദ്യുതി പോലെ നമ്മുടെ വെള്ളം, വൈദ്യുതി, ഇത്തരം സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. ഇങ്ങനെ കുറെ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആം ആദ്മി ചെയ്തത്. അതുകൊണ്ട് തന്നെ 2-ാം തവണയും ആം ആദ്മിക്ക് കൂടുതൽ ഭൂരിപക്ഷം കിട്ടി. ഇപ്രാവശ്യം പക്ഷെ നമുക്കറിയാം കുറെ ഈ അഴിമതി ആരോപണങ്ങൾ കെജ്രിവാളിനെതിരെ കൊണ്ടുവന്നു. കുറെ ദിവസം ജയിലിൽ അടച്ചിട്ടു. ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മിയെ ഉപേക്ഷിച്ചു എന്നോ ആം ആദ്മി മാറുന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആപ്പ് വീഴില്ല എന്നാണ് ധൻരാജ് പറയുന്നത്. ആപ്പ് വീഴാൻ ചാൻസ് കുറവാണ്. പിന്നൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്രാവശ്യം മറ്റേ BJP കൊണ്ടുവന്ന കുറെ സൗജന്യങ്ങളാണ് അവിടെ നേരത്തെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞ പോലെ ഇപ്രാവശ്യം BJP ഒരുപാട് സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗർഭിണികൾക്ക് 21,000 രൂപ, സ്ത്രീകൾക്ക് 2,000 രൂപ, വിധവകൾക്ക് 3,000 രൂപ. ഇപ്പൊ കൊടുക്കുന്ന ബസ്സുകളിൽ സ്ത്രീകൾക്ക് മാത്രമുള്ള സൗജന്യം വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും അടക്കം എല്ലാവർക്കും കൊടുക്കുന്നു. ഇങ്ങനെ കുറെ ഫ്രീകൾ കൊടുക്കുന്നുണ്ട്. 500 രൂപയ്ക്ക് സിലിണ്ടർ കിട്ടുന്നു BJP പറഞ്ഞിട്ടുണ്ട്. 500 രൂപയ്ക്ക് സിലിണ്ടർ കിട്ടുന്നു മാത്രമല്ല, ഹോളിക്കും ദീപാവലിക്കും ഓരോ സിലിണ്ടർ ഫ്രീ ആയിട്ടും കിട്ടും. ഓക്കെ, എന്നാലും BJPക്ക് അവിടെ കയറാൻ പറ്റില്ല എന്നാണ് ധൻരാജ് പറയുന്നത്. കാരണം കൊടുത്തോണ്ടിരിക്കുന്നവരെയാണല്ലോ വിശ്വസിക്കുന്നത്. പുതുതായിട്ട് ഒരാൾ കൊടുക്കും എന്ന് പറയുന്നത് വിശ്വസിക്കുന്നതിനേക്കാളും കൊടുക്കുന്നത് കുറച്ചാണെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെയാവും ആൾക്കാർ വിശ്വസിക്കും. അങ്ങനെ ആപ്പിന് വളരെ ഈസിയായി കഴിഞ്ഞ പ്രാവശ്യം 62 കിട്ടി. 62 ഈസി ആയിരുന്നില്ല. 62 ഈസിയാണ്. നമുക്ക് 62ലേക്ക് വരാം. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലാത്തത് ഇത് എന്തൊക്കെ പറയുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ 62 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. അതിന് മുമ്പ് നോക്കൂ 67 സീറ്റായിരുന്നു. ആദ്യം 32 സീറ്റ് എന്തോ ആയിരുന്നു ആദ്യത്തെ ഇലക്ഷൻ. ആം ആദ്മി പാർട്ടി വന്നതിന് ശേഷം BJP മോഹിച്ച് കാത്തിരുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. അത്രയും ഇത് വന്നപ്പോൾ അപ്പോഴാണ് ആം ആദ്മി പാർട്ടി കയറി വരുന്നത്. പക്ഷേ ഈ 2015-ലും 20-ലും ഒക്കെ BJP ഒരുപാട് പ്രതീക്ഷകൾ ഡൽഹിയിൽ കൈവരിച്ചു. അവർ ഒരുപാട് പ്രതീക്ഷ നോക്കി കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു. 2025-ലെ ഫെബ്രുവരി 5-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും BJPക്ക് ഡൽഹി പിടിക്കണം എന്നുള്ളത് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കാരണം രാജ്യം മുഴുവൻ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് ഈ ഭരണസിരാകേന്ദ്രം ഇരിക്കുന്ന ഡൽഹിയിൽ ഭരണം പിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് ഒരു അത്ര നല്ലതല്ല. അത് പറ്റില്ല എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒരു കഴിവിൽ കോൺഗ്രസ് വേറെയാണ്, ആപ്പ് വേറെയാണ്, ഇവരൊക്കെ ഇന്ത്യ മുന്നണിയാണ് ഈ ലോക്സഭ വരുമ്പോൾ. പക്ഷെ നിയമസഭ വരുമ്പോൾ നോക്കും നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഇവർ രണ്ടായി നിൽക്കുകയും BJP നിൽക്കുകയും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഡൽഹിയിലെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെ ഈ 62 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഈ 62 സീറ്റുകളും നമ്മളൊന്ന് കൃത്യമായി പഠിച്ചാൽ കേവലം ചെറിയ ഭൂരിപക്ഷത്തിൻ്റെ ഇതിലാണ് ആം ആദ്മി പാർട്ടി ഡൽഹി പിടിച്ചെടുത്തത്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ ഈ വോട്ടുകളിൽ വന്ന ഒരു മാറ്റങ്ങളെല്ലാം കാണുന്നത്. അത് കൃത്യമായി BJP അത് ശ്രദ്ധിക്കുന്നുണ്ട്. എവിടെയൊക്കെ തോറ്റു എന്നുള്ളതും. ഈ 62 സീറ്റ് ഇവർക്ക് 38 സീറ്റേ ഉള്ളൂ. ഈ 38 സീറ്റിൽ നിന്നും 62ലേക്ക് എങ്ങനെ വരാം? ഞാനിത് പറയാൻ കാരണം നിസ്സാരമായിട്ടുള്ള ഭൂരിപക്ഷം ആണ് ഉള്ളൂ എന്ന് പറയാൻ കാരണം 53% വോട്ടാണ് ഡൽഹിയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കുള്ളത് 2020-ലെ ഇലക്ഷൻ താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ BJPക്ക് അന്ന് നോക്കൂ 38% ഉണ്ട്. ഈ 38-ൽ നിന്നും 53-ലേക്ക് എത്താൻ ഒരു 15% വോട്ട് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് സാധിക്കുകയാണെങ്കിൽ BJPക്ക് ഡൽഹി പിടിക്കാൻ സാധിക്കും. BJP ഇതര വോട്ടുകൾ അത് കോൺഗ്രസിലേക്കല്ല പോയത്. കഴിഞ്ഞ പ്രാവശ്യം 4% വോട്ടാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നുള്ളൂ. അത് ആം ആദ്മി പാർട്ടിയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ കുറി ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഒരുപാടുള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഒരു അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്നും പറഞ്ഞിട്ട് ഒരണ്ണൻ കൂട്ടിട്ട് വന്നാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ. അഴിമതിക്കെതിരെ എന്ന് പറയുമ്പോൾ അതിൽ BJPക്കാരെന്നോ കോൺഗ്രസ്സുകാരെന്നോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ
അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു പൊതു സ്വഭാവമാണ്, സത്യത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ നിന്നിട്ടുണ്ട്, അദ്ദേഹം ചെയ്ത മാറ്റങ്ങളുമെല്ലാം. അപ്പോൾ ഈ മദ്യനയത്തിലെ ക്രമക്കേടുകളാണ് ഇപ്പോൾ പ്രശ്നമായിട്ട് ഇദ്ദേഹം അകത്തു പോയത്. ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വരെ നഷ്ടപ്പെട്ടത്. ഒരു ദേശീയ നേതാവ്, ഞാൻ പറഞ്ഞു തീർന്നില്ല, ഈ അരവിന്ദ് കെജ്രിവാൾ ആപ്പിന്റെ ദേശീയ നേതാവാണ്. ഈ ദേശീയ നേതാവ് വരെ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി മുന്നോട്ട് വന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ, അദ്ദേഹം തന്നെയാണ് ഈ ബാലചന്ദ്ര മേനോനെ പോലെ അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഏകാധിപത്യ സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് വിമർശകർ പറയുമ്പോഴും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്, ആപ്പിലടിയുണ്ട് ഇല്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതെന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ മുഖമായിട്ടുള്ള ഒരാൾ 2014 ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിയോ നരേന്ദ്രമോദിയോ അരവിന്ദ് കെജ്രിവാളോ എന്നാണ് ചോദിച്ചത്. അത്രയും മുഖം ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഒരാളാണ് അഴിമതി ആരോപണങ്ങളുമായി അകത്ത് കിടക്കുന്നത്. അപ്പോൾ അത് ആരോപണമാണ് എന്ന് ആം ആദ്മി പാർട്ടിക്ക് പറയാം, പക്ഷേ അത്തരത്തിലുള്ളൊരു കറ അദ്ദേഹത്തിൻ്റെ മേലുണ്ട്. അത് ജനം കൃത്യമായി തന്നെ നോക്കും. പല സമയങ്ങളിൽ, ഇപ്പോൾ കൊറോണ സമയത്തിലാണെങ്കിലും കഴിഞ്ഞു വന്ന പല സന്ദർഭങ്ങളിലും ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അരവിന്ദ് കെജ്രിവാളിന് കൂടുതലായി ഈ ഒരു ഘട്ടത്തിൽ പെർഫോം ചെയ്തില്ല എന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരു വിരുദ്ധ വികാരം, ഈ അരവിന്ദ് കെജ്രിവാൾ വിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴാണ് ഈ മദ്യനയവും അതിൽ ചേർന്നുള്ള EDയുടെ അറസ്റ്റും CBIയുടെ അന്വേഷണവും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കേരളത്തിൽ ഇലക്ട്രിസിറ്റി കൂടി, ഇലക്ട്രിസിറ്റി ഇതിനെതിരെ ആദ്യം ഫൈറ്റ് ചെയ്തത് കേരളത്തിലെ ആം ആദ്മി പാർട്ടിയായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ നോക്കൂ, ആം ആദ്മി പാർട്ടി അഴിമതിക്കെതിരെ അല്ലെങ്കിൽ കൊള്ളക്കെതിരെയൊക്കെ പോരാടുന്ന ഒരു ഇതാണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം അത് വന്നപ്പോൾ അതിന് യാതൊരു ബലവും ഉണ്ടായില്ലെന്നേ, ആരും മൈൻഡ് ചെയ്തില്ല. വേറൊരു രീതിയിൽ അതിൻ്റെ ഒരു ഫലം ഇതിനെ അനലൈസ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത്. അല്ല, ഈ പറഞ്ഞ മാതിരി പെർഫോം ചെയ്യുന്ന ഒരു വിഷയം വന്നു കേജ്രിവാൾ. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. അവിടെ ലെഫ്റ്റനന്റ് ഗവർണർക്കുള്ള സ്ഥാനം, ഇദ്ദേഹമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുന്നത്. ഇപ്പൊ കേരളത്തിലുണ്ടായിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഗവർണർ, അല്ല കേരളം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനമാണ്, പൂർണ്ണ പദവിയുള്ള സംസ്ഥാനം. പക്ഷേ ഇതെന്ന് ഡൽഹി എന്ന് പറയുന്നത് നാഷണൽ ടെറിട്ടറി ക്യാപിറ്റൽ ടെറിട്ടറിയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ പൂർണ്ണമായ സംസ്ഥാന പദവി ഇല്ല, പോലീസ് ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. കേന്ദ്ര ഗവൺമെന്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിൽ ലെഫ്റ്റനന്റ് ഗവർണർക്കാണ് അത് കംപ്ലീറ്റ് പ്രാധാന്യം. ഇതിനകത്ത് നിന്നിട്ട് വേണം ഒരു മുഖ്യമന്ത്രിക്ക് പെർഫോം ചെയ്യാൻ. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ പറയുന്ന ആൾക്കാർക്ക്, പെർഫോം ചെയ്തില്ല എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഈ പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം അവിടെ ഒരു ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ടായതാണെന്ന്. അതുപോലെ തന്നെയാണ് അഴിമതി ആരോപണം. അവിടെ ഒരു വിജിലൻസ് ഒന്നും അന്വേഷിച്ചിട്ടല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ ED കൊണ്ടുവന്നു, അവർ നേരത്തെ പ്ലാൻ ചെയ്തു ഡൽഹി പിടിച്ചെടുക്കുക എന്നുള്ളത്. ഇത്രയും പ്ലാനിങ്ങിലും ഇത്രയും ഫ്രീ സൗജന്യങ്ങളും കൊടുത്തിട്ടും അവിടെ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ഇലക്ഷന്റെ ഏറ്റവും വലിയ കോടതിയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞൊരു ശീലങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് തന്നെ കോടതി പരിശോധിച്ചിട്ട് ജാമ്യത്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് കൊടുക്കാന്നുള്ള നമ്മുടെ നിയമ വ്യവസ്ഥയിലുള്ളൊരു ചട്ടമാണ്. അല്ല, എഴുതി വെക്കുന്നതാണ് നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ളത്. അതെ, ജാമ്യ വ്യവസ്ഥ ഒരു ആരോപണമായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള എത്രയോ ആരോപണങ്ങൾ എത്രയോ പേരുടെ മുൻപിൽ വന്നു. ഇത്രയും കാലം അദ്ദേഹം അകത്ത് കിടക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, കോടതി തള്ളിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ജാമ്യം കൊടുത്തിട്ടുമുണ്ട്. ജാമ്യം കൊടുക്കുന്നത് ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവസ്ഥയില്ല. കാരണം ജാമ്യം കൊടുക്കുന്നത് ഇപ്പൊ കുറ്റവാളിയാണെങ്കിലും പ്രോസിക്യൂട്ടർ ഹാജരാവാതെ ഇരുന്ന ജാമ്യം കിട്ടുന്ന അങ്ങനെയല്ല. അപ്പൊ അത് എന്തായാലും നമുക്ക് ഒരു ജാമ്യം കിട്ടുന്നതോ ശിക്ഷ വിധി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ ഒരാൾ കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കും. അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയക്കാരനെ വല്ലാതെ പിടിച്ചുലച്ച ഒരു ആരോപണമാണിത്. അതവിടെ നിൽക്കട്ടെ. ഈ ആരോപണം തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും, അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെടാം. അത് ഈ ആരോപണം കള്ളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നടന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിലും എല്ലായിടത്തും ഒരു ഇലക്ഷൻ ഫണ്ടിങ് വേണ്ടി വരുമ്പോൾ അവിടെ ഈ മദ്യ മുതലാളിമാരുടെയൊക്കെ സഹായം തന്നെ വേണ്ടി വരും. ഇപ്പം പഞ്ചാബിലോട്ട് ഈ കാശ് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഇത് കൊണ്ടുപോയി എന്നുള്ളത് പൂർണ്ണമായിട്ടും സത്യമാകാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു ഏറ്റെടുത്ത രീതിയോ അല്ലെങ്കിൽ ഇതിന് കൊണ്ടുപോയ രീതിയിലോ എവിടെയെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടാവാം. അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കാര്യത്തിലേക്കാണ് അതൊരു അഴിമതി ആയിട്ടല്ല കണക്ക് കൂട്ടേണ്ടത്, അതൊരു ഇലക്ഷൻ ഫണ്ടിങ് തന്നെയാണ്. ഇവിടെ അഴിമതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കോടതി എന്താ പറയുക, നമ്മുടെ ഇലക്ട്രൽ ബോണ്ടിനെ വരെ നിരോധിച്ച സംഭവങ്ങളും അത് പുറത്തുവിടാൻ പറഞ്ഞ കേസുകളും ഒക്കെ ഉണ്ട്. അതൊന്നുമില്ലാതെ വളരെ മദ്യം സ്വകാര്യവൽക്കരിച്ച് അവിടെ
വ്യാപാരം നടത്താൻ സ്വകാര്യ ആൾക്കാർക്ക് അനുവാദം കൊടുത്തു, അതിനകത്ത് ഫണ്ട് കിട്ടിയിട്ടുണ്ടാവാം. എന്റെ ഈ കേരളത്തിൽ ബാർ പറഞ്ഞപ്പം എത്ര ഫണ്ട് കിട്ടി? തുറക്കാത്തോണ്ട് നമ്മൾ അറിഞ്ഞു 1 കോടി കിട്ടിയെന്ന്, അല്ല തുറക്കാത്തോണ്ട് നമ്മൾ അറിഞ്ഞു 1 കോടി കൊടുത്തു എന്നുള്ള കാര്യം. ബാർ കഴിഞ്ഞ മാണിക്ക് തുറന്നതുകൊണ്ട് നമ്മളാരും അറിഞ്ഞിട്ടില്ല എത്ര രൂപ കിട്ടി, എത്ര രൂപ കൊടുത്തു എന്നുള്ളത്. ധനരാജ് പറയുന്നത് നമ്മുടെ അൻവർ പറഞ്ഞൊരു വിഷയമായിട്ട് കൂട്ടിച്ചേർക്കാം. അൻവർ പറയുന്നത് ഈ സ്വർണം കൊണ്ടുവരുന്നത് ഒരു കുറ്റമൊന്നുമല്ല, ഇതൊരു പരിപാടിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ഫണ്ട് ഇങ്ങനെ ഇല്ലീഗലായിട്ട് പോയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അഴിമതിക്കെതിരെ ഇന്ത്യൻ ജനതയോട് ശബ്ദമുയർത്തു എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് വന്നൊരു പാർട്ടിയുടെ ദേശീയ നേതാവാണ് അഴിമതി ആരോപണത്തിലും നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ 15% വോട്ട് കൂടുതലായി പെർഫോം ചെയ്യാനാണ് BJP നോക്കുള്ളൂ. അതിനായിട്ടുള്ള സകല പരിപാടികളും ഇപ്പോൾ ഹരിയാനയിൽ ആരും പ്രതീക്ഷിച്ചല്ല BJPയുടെ ഒരു വൻ വിജയം. അത് തന്നെ നോക്കൂ, ഹരിയാനയും ഡൽഹിയൊക്കെ ഒരു ഏരിയയാണ്, ഒരേ വികാരമാണ്. അപ്പോൾ ഹരിയാന അരവിന്ദ് കെജ്രിവാളിൻ്റെ നാട് കൂടിയാണ്. അപ്പോൾ ഡൽഹിയിൽ വരുമ്പോൾ ഈ 3 പ്രാവശ്യം ഇവർക്ക് ഭരണം കിട്ടി. ഇപ്പോൾ 1 or 2 പ്രാവശ്യം ഭരണം കിട്ടിയ BJPയുടെ പല സംസ്ഥാനങ്ങളും BJPയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന എത്ര വികസനങ്ങൾ പറഞ്ഞാലും ഉണ്ടാവും. ഇത് തന്നെ ഡൽഹിയിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച്, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനിയും 10-20 ദിവസങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു ഈ ആപ്പ് അനുകൂല വികാരമല്ല ഡൽഹിയിൽ എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് കിട്ടിയപ്പോൾ. ആപ്പായിട്ട് തന്നെ കൊണ്ടുവന്നൊരു ആം ആദ്മി പാർട്ടിയായിട്ട് കൊണ്ടുവന്നാണ് സൗജന്യം. ആ സൗജന്യം നമ്മൾ കണ്ടു, ഇവിടെ കൊടുത്തു. പഞ്ചാബിൽ വൈദ്യുതി വെള്ളം സൗജന്യമാക്കി. ഈ സൗജന്യം തന്നെ കർണാടകത്തിൽ കോൺഗ്രസ് കൊണ്ടുവന്നു, അവിടെ ജയിച്ചു. ഇപ്പോൾ ഹരിയാനയിൽ ഈ സൗജന്യം തന്നെ BJP കൊണ്ടുവന്നു, അവിടെയും ജയിച്ചു. ഇപ്പോൾ ഈ സൗജന്യം ഏതായാലും BJP ആം ആദ്മി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സൗജന്യങ്ങൾ BJP അവിടെ വാഗ്ദാനം ചെയ്യുന്നു. ചിലപ്പം ഈ സൗജന്യങ്ങളാണ്. കേരളത്തിലെ കിറ്റ് സൗജന്യം കൊടുത്തു, അവിടെ ജയിച്ചു. ഇങ്ങനെ പറയുന്ന പോലെ സൗജന്യങ്ങൾക്ക് നല്ല വിലയുണ്ട് ഇലക്ഷന്. അതുകൊണ്ട് തന്നെ ചിലപ്പം ഈ സൗജന്യങ്ങളൊക്കെ വെച്ച് BJPക്ക് വോട്ട് ചെയ്തേക്കാം. 2025 ഡൽഹി ആണെങ്കിൽ 2026 കേരളമാണ്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ 3 ഘട്ടമായി. നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ 2 പ്രാവശ്യമായി. ഇവർ തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, പാവം അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പാട്ടുകളോ മെഗാ തിരുവാതിര കളികളോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പല രാഷ്ട്രീയ കളികളും ഡൽഹിയിലും കേരളത്തിലും ഒക്കെ ആവർത്തിക്കും. ഫെബ്രുവരി 8-ാം തീയതി അറിയാം ആപ്പ് വീഴുമോ, ഡൽഹി ആര് പിടിക്കുമെന്നുള്ളത്. മറ്റു വിഷയമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.